നമ്മൾ ഐറ്ററേറ്റഡ് ഇൻ്റഗ്രൽസ് വിത്ത് നോൺ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ അതിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടിന്യൂവേഷനാണെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to root of 1 plus x square 1 by 1 plus x square plus y square dx dy. അപ്പോൾ ആദ്യം നമുക്ക് തന്നേക്കുന്ന ആ ഓർഡർ സെയിം ആണോ, ഡി എക്സ് ഡി വൈ ആണോ ഡി വൈ ഡി എക്സ് ആണോ എടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻ്റഗ്രേഷൻ ലിമിറ്റ്സ് നോക്കാം. ഇവിടെ ഇൻ്റഗ്രൽ 0 to 1 ആണ്. ഇന്നറായിട്ടുള്ള ഇൻ്റഗ്രലിൽ അതിൻ്റെ ലിമിറ്റ്സ് കൊടുത്തതാണ് 0 to root of 1 plus x square ആണ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേംസിലുള്ള ലിമിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരിക്കണം ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഡി എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്കത് മാറ്റി ഡി വൈ ആക്കി എഴുതണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ ഇൻ്റഗ്രൽ 0 to 1 integral 0 to 1 integral 0 to root of 1 plus x square then 1 by 1 plus x square plus y square dx dy എന്നുള്ളതിനെ എങ്ങനെ എഴുതണം? dy dx എന്ന് എഴുതണം. സോ integral 0 to root of 1 plus x square 1 by 1 plus x square plus y square dy dx. കാരണം ഇവിടെ ഇൻ്റഗ്രൽ വാല്യൂ ലിമിറ്റ് വാല്യൂ തന്നെയാണ് ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്. സോ ഇനി ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 ഇവിടെ 1 by 1 plus x square plus y square എന്നുള്ള ഫോമിലാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 plus x square ഒരു ടേമായിട്ട് എടുക്കാം. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രൽ ഇപ്പോൾ 1 by x square plus a square എന്നുള്ള ഫോമൊക്കെ നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ അറിയാം. 1 by a tan inverse of x by a. അപ്പോൾ ആ ഒരു ഫോമാറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോമിലേക്ക് നമ്മളിതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു 1 plus x square എന്നുള്ള ടേമാണുള്ളത്. ഈ 1 plus x square എനിക്കൊരു ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഒരു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിൽ മൊത്തം ഇതിനെ മാറ്റി എഴുതും. അതിന് വേണ്ടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. 1 plus x സ്ക്വയറിന് എനിക്ക് റൂട്ട് ഓഫ് 1 plus x square ഹോൾ സ്ക്വയറിന് എഴുതാമല്ലോ, അല്ലേ? ഇതിൻ്റെ റൂട്ട് എടുത്തിട്ട് അതിൻ്റെ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതാമല്ലോ. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ അതാണ് എഴുതാൻ പോകുന്നത്. ഇൻ്റഗ്രൽ 0 to 1 plus x square ഇൻ്റഗ്രേഷൻ ഒന്നുമല്ല, ജസ്റ്റ് അതിനെ ഒന്ന് മാറ്റി എഴുതുകയാണ്. ഈ 1 plus x square എന്നുള്ള ടൈമിനെ റൂട്ട് ഓഫ് 1 plus x square ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതുവാണ്. റൂട്ട് ഓഫ് 1 plus x square ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഒരു നോക്കിയാൽ നിങ്ങൾ എ സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ നമുക്കറിയാം, 1 by a tan inverse of x by a. അപ്പോൾ അത് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. സോ dy dx ഇനിയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 by root of 1 plus x square ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അതായത് അതേത് ഫോമിലാണ്? ഇൻ്റഗ്രൽ 1 by x square പ്ലസ് എ സ്ക്വയർ dx ഈ ഫോമിലാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by a tan inverse of x by a 1 by a tan inverse of x by a. അപ്പോൾ നിങ്ങൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു വെച്ചാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ മാറ്റി എഴുതിയാൽ ഇൻ്റഗ്രൽ വാല്യൂ എങ്ങനെ വരും? 1 by a tan inverse of x by a ആണ്. ഇവിടെ 1 by എയുടെ പ്ലേസിൽ റൂട്ട് ഓഫ് 1 plus x square ആണ്. സോ 1 by a ആണ്, അതായത് 1 by root of 1 plus x square 1 by a ആയി. ദെൻ tan inverse of x by a. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്താ വന്നേക്കുന്നത്? എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ y ആണ്. y by ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, അതുകൊണ്ടാണ് ഇവിടെ എക്സ് വന്നത്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ വൈ ആണ് എഴുതേണ്ടത്. സോ വൈ ഡിവൈഡഡ് ബൈ വൈ ബൈ എ, എക്സ് ബൈ എ എന്നല്ലേ വന്നേക്കുന്നത്, ഇവിടെ എക്സ് ബൈ എ അല്ലേ. അപ്പോൾ ഇവിടെ വൈ ബൈ എയുടെ പ്ലേസിൽ റൂട്ട് ഓഫ് 1 plus x square ആണ്. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് റൂട്ട് ഓഫ് 1 plus x square ലോവർ ലിമിറ്റ് 0 ദെൻ dx. ഓക്കെ, നൗ ദാറ്റ് ഈസ് ഈക്വൽ ടു integral 0 to 1 then 1 by root of 1 plus x square into tan inverse of yയുടെ പ്ലേസിൽ എവിടേക്കാണോ അവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കുക. tan inverse of yയുടെ പ്ലേസിൽ റൂട്ട് ഓഫ് 1 plus x square കൊടുത്തു. ദെൻ ഡിവൈഡഡ് ബൈ ഒരു റൂട്ട് ഓഫ് 1 plus x square ഉണ്ട്. ദെൻ മൈനസ് ഓഫ്, ഓക്കെ, ദെൻ ലോവർ ലിമിറ്റ് 0 ആണ്. 1 by root of 1 plus x square into tan inverse of 0 by root of 1 plus x square എന്നാണ്, അത് tan inverse of 0 എന്ന് തന്നെ എഴുതുവാണ്. ദെൻ dx.
Okay, that is equal to integral 0 to 1 by root of 1 plus x square into tan inverse of രണ്ട് ടേം സെയിം അല്ലേ, റൂട്ട് ഓഫ് 1 plus x square റൂട്ട് ഓഫ് 1 plus x square രണ്ടും ക്യാൻസൽ ചെയ്താൽ 1 ആവും. അപ്പോൾ tan inverse of 1 എന്ന് വരും. ദെൻ മൈനസ് 1 by root of 1 plus x square. ഇവിടെ രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിൽ ഔട്ട് സൈഡിൽ ഇത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് അങ്ങനെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താലും മതി. അപ്പോൾ രണ്ട് ടൈമിൽ ഈ 1 by root of 1 plus x square എഴുതിക്കൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല, ഔട്ട് സൈഡിൽ ഇട്ടാലും മതി ബ്രാക്കറ്റ് ഇട്ടിട്ട്. ദെൻ tan inverse of 0 എന്ന് പറഞ്ഞത് അങ്ങനെയാണ് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാം. tan inverse of 0 ദെൻ dx. നെക്സ്റ്റ് tan inverse of 1ൻ്റെ വാല്യൂ tan inverse of 0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് tan inverse of 1 എന്ന് പറഞ്ഞാൽ? tan inverse of 1 എന്ന് പറഞ്ഞാൽ tan inverse of 1ൻ്റെ വാല്യൂ എന്താണ്? ഏത് ആംഗിൾ വരുമ്പോഴാണ് ടാൻ്റെ വാല്യൂ 1 വരുന്നത്? പൈ ബൈ 4 വരുമ്പോൾ. അതുപോലെ തന്നെ tan inverse of 0 എന്ന് പറഞ്ഞാൽ ടാൻ്റെ വാല്യൂ 0 വരുന്നത് tan 0 ആണ്. അപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുക്കുക. ഇൻറ്റഗ്രൽ 0 to 1 by root of 1 plus x square into tan inverse of 1ൻ്റെ വാല്യൂ പൈ ബൈ 4 അല്ലേ, ആ പൈ ബൈ 4 കൊടുക്കാം. ദെൻ മൈനസ് 1 by root of 1 plus x square into tan inverse of 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു ഈ വാല്യൂ 0 തന്നെ വരും. സോ ദാറ്റ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. 1 by root of 1 plus x square into പൈ ബൈ 4 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഈ വാല്യൂ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. പൈ ബൈ 4 കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻറ്റഗ്രൽ 0 to 1 പൈ ബൈ 4 ഇൻറ്റു 1 by root of 1 plus x square dx. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ 1 by root of 1 plus x square എന്നുള്ള ഫോമുല അല്ലേ അത്? എന്താണ് 1 by root of 1 plus x squareൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രൽ ഓഫ് 1 by root of x square plus a square എന്നുള്ള ഫോമുല അല്ലേ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമുലാണ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. അതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ എന്താ പഠിച്ചേക്കുന്നത്? log of x plus root of x square plus a square. log mod x plus root of x square plus a square പ്ലസ് സി എന്നുള്ള രീതിയിലാണ് നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇൻറ്റഗ്രൽ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ഇൻറ്റഗ്രൽ വേണ്ട, ഇൻറ്റഗ്രലേഷൻ അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1 by root of 1 plus x squareന് പകരം എന്ത് കൊടുക്കണം? ഈ വാല്യൂ log of x plus root of x square plus a square. അപ്പോൾ എയുടെ പ്ലേസിൽ ഇവിടെ 1 ആണ് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ log of mod x plus root of 1 plus x square അല്ലേ, x plus root of 1 plus x square. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to 1 ആണ്. 0 to 1 ആണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. ആ വാല്യൂസ് കൊടുക്കുമ്പോൾ എന്ത് വരും? പൈ ബൈ 4 കോൺസ്റ്റൻറ്റ്. പൈ ബൈ 4 ഇൻറ്റു ലോഗ് ഓഫ് ഏതിൻ്റെ പ്ലേസിലാണ് നമ്മൾ 1ഉം 0യും കൊടുക്കേണ്ടത്? എക്സിൻ്റെ പ്ലേസിൽ 1ഉം 0യും കൊടുക്കണം. അപ്പോൾ ലോഗ് ഓഫ് മോഡ് 1 plus root of 1 plus 1 ദെൻ മൈനസ് ലോഗ് മോഡ് 0 പ്ലസ് റൂട്ടിനകത്ത് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്, അതായത് 1 plus 0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു ലോഗ് ഓഫ് ഇവിടെ മോഡിനകത്ത് എന്ത് വരും? 1 plus root 2 അല്ലേ, 1 plus root 2 ദെൻ മൈനസ് log of 0 plus root of 1 that is 1. log of 1 log mod 1 log 1 that is equal to log of pi by 4 into ഒരു ബ്രാക്കറ്റ് വേണം, pi by 4 into log of 1 plus root 2 1 plus root 2 minus log 1. log 1ൻ്റെ വാല്യൂ എന്താണ്? 0. log 1ൻ്റെ വാല്യൂ log 1 equal to 0 ആണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുത്താൽ മൈനസ് 0 വരും. ദാറ്റ് ഈസ് log mod of 1 plus root 2 അതാണ് അതിൻ്റെ വാല്യൂ. അല്ലെങ്കിൽ log 1 plus root 2 എന്ന് വരും ഇൻറ്റു പൈ ബൈ 4. അപ്പോൾ പൈ ബൈ 4 ഇൻറ്റു log of 1 plus root 2 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2-3 റിസൾട്ട് പഠിച്ചു വയ്ക്കാനുണ്ടത് ഇൻറ്റഗ്രേഷൻ്റെ. അത് വ്യക്തമായിട്ട് മാറിപ്പോവാതെ പഠിച്ചു വെച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ 0 to 4 ഇൻറ്റഗ്രൽ 0 to x square e raised to y by x dy dx. e raised to y by x dy dx. അപ്പോൾ അത് നോക്കാം. dy dx എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ലിമിറ്റ്
0 to x². അപ്പോൾ വേരിയബിൾ ലിമിറ്റ് വന്നേക്കുന്നത് എക്സിൻ്റെ വേരിയബിൾസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വൈയുടെ ലിമിറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഓർഡർ സെയിം തന്നെയാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ dy/dx വിത്ത് റെസ്പെക്ട് ടു y ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ഇൻ്റഗ്രൽ 0 to 4 ഇതേ ഓർഡർ തന്നെയാണ്. ഇൻ്റഗ്രൽ 0 to x² e⁻y/x dy ആദ്യം ചെയ്യുക, ദെൻ dx അല്ലേ. ഇനി e⁻y/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? e⁻y/xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x തന്നെ. ദെൻ e⁻axൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? e⁻ax ഡിവൈഡഡ് ബൈ a എന്നല്ലേ. അപ്പോൾ ഇവിടെ e⁻y/xൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? e⁻y/x ഡിവൈഡഡ് ബൈ അവിടുത്തെ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1/x ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 1/x എന്ന് എഴുതണം. സോ ഇൻ്റഗ്രൽ 0 to 4 e⁻y/xൻ്റെ ഇൻ്റഗ്രൽ e⁻y/x ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്താണ്? 1/x ആണ്. ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ഈയുടെ പവർ വരുമ്പോൾ ഇൻ്റഗ്രൽ ചെയ്യണത്. ദെൻ dx അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക അവിടെ 0 to x². ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വാല്യൂസ് കൊടുത്താൽ ഇൻ്റഗ്രൽ 0 to 4 വൈയുടെ പ്ലേസിൽ x² കൊടുക്കുക. ബൈ x ഡിവൈഡഡ് ബൈ 1/x ദെൻ മൈനസ് ലോവർ ലിമിറ്റ് എന്താ കൊടുക്കേണ്ടത്? 0 e⁻0 ഡിവൈഡഡ് ബൈ 1/x അത്രയും എന്താ വരിക? dx വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4. അതൊന്ന് സോൾവ് ചെയ്താൽ e⁻x² അതെന്താണ്? ഒരു x ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ e⁻x എന്ന് വരും. പിന്നെ ഇവിടെ ഡിവൈഡഡ് ബൈ 1/x എന്നുള്ള ഫോമിലാണ്. ആ എക്സിനെ എനിക്ക് ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ x e⁻x എന്നുള്ള ഫോമിൽ വരും. ദെൻ മൈനസ് e⁻0 1 ആണ്. 1/1/x ആണ്. 1/1/x ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ x ആവും. സോ x dx. ഇനി ഇവിടെ ഇൻ്റഗ്രൽ നോക്കിയാൽ ഇൻ്റഗ്രൽ 0 to 4 x e⁻x മൈനസ് x dx എന്നാണ്. അപ്പോൾ ഈ ടേം കുഴപ്പമില്ല, ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ നോക്കിയാൽ x e⁻x രണ്ടും എക്സിൻ്റെ ഫങ്ഷൻസ് ആണ്. പ്രോഡക്റ്റ് ഫോമിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ഉപയോഗിക്കണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഇവിടെ യൂസ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആയിട്ട് എടുക്കുക, സെക്കൻഡ് ഫംഗ്ഷൻ e⁻x ആയിട്ട് എടുക്കുക. ഓക്കെ, അതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ദെൻ അങ്ങനെയല്ല ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇൻ്റഗ്രൽ 0 to 4 ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദെൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ദെൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻ്റഗ്രൽ e⁻x dx. ദെൻ ഇവിടെ ഒരു dx കൊടുക്കണം. ഇതേത് dxൻ്റെ? ഈ ഇൻ്റഗ്രൽ 0 to 4ൻ്റെ ഇൻ്റഗ്രലാണ് dx. ഓക്കെ, ദെൻ മൈനസ് രണ്ടാമത്തെ ടൈം ഒരു x dx ഉണ്ടല്ലോ, മൈനസ് അതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊന്ന് എഴുതാം. ഇൻ്റഗ്രൽ 0 to 4 അടുത്ത സ്റ്റെപ്പിൽ വാല്യൂ എഴുതാം x dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. മനസ്സിലായല്ലോ. ദെൻ മൈനസ് ഇവിടെ വരുന്ന എക്സിൻ്റെ ടേമാണ് ഇൻ്റഗ്രൽ 0 to 4 x dx എന്ന് എഴുതിയേക്കുന്നത്. സോ എഴുതുമ്പോൾ എക്സ് ഇൻറ്റു e⁻xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? e⁻x ആണ്. e⁻x ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അവിടെ കൊടുക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ദെൻ മൈനസ് അടുത്ത ടൈം നോക്കിയാൽ ഇൻ്റഗ്രൽ 0 to 4 ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് e⁻x തന്നെയാണ്. e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x തന്നെ. സോ e⁻x ഈ ഔട്ടറിലുള്ള dx ആണ് വീണ്ടും ഇവിടെ ഉള്ളത്. ദെൻ മൈനസ് ഇൻ്റഗ്രൽ 0 to 4 x dx, അതായത് x² by 2 അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. ഇവിടെ ബ്രാക്കറ്റ് ഇടുമ്പോൾ എക്സിനെയും കൂടെ ചേർത്തിട്ടിടണം കേട്ടോ. സോ എക്സ് e⁻x 0 to 4 ദെൻ ഇൻ്റഗ്രൽ 0 to 4 e⁻x dx മൈനസ് x² by 2 0 to 4 ദെൻ മൈനസ് ഇവിടെ e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x തന്നെ അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. വാല്യൂസ് ഒരുമിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0 to 4. ഓക്കെ,
ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ എക്സിൻ്റെ പ്ലേസിൽ വേണം ഈ 4 കൊടുക്കാൻ. 4e⁴ ദെൻ 4e⁴ മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ -0 ദെൻ മൈനസ് ഇവിടെ അപ്പർ ലിമിറ്റ് e⁴ ദെൻ മൈനസ് e⁻0 മൈനസ് ഓഫ് മൈനസ് വരും ദാറ്റ് ഈസ് അപ്പോൾ പ്ലസ് e⁻0 ദെൻ മൈനസ് x²/2 അപ്പോൾ 4ൻ്റെ എക്സിൻ്റെ പ്ലേസിൽ 4 കൊടുത്താൽ 4²/2 4²/2 എന്ന് പറയുന്നത് 16/2 വരും ദാറ്റ് ഈസ് 8 -8 ദെൻ ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 0 ഓക്കെ. അപ്പോൾ 4e⁴ മൈനസ് e⁻4 പ്ലസ് e⁻0 1 ആണ് ദെൻ 1 -8 എന്ന് വരും. 4e⁻4 മൈനസ് e⁻4 എന്ന് 3e⁻4 പ്ലസ് 1 -8 എന്ന് പറഞ്ഞാൽ -7. സോ ഇതായിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ.